ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇപ്പം നിങ്ങളിലേക്ക് എന്താണ് ഈ കുട്ടി ഇങ്ങനെയൊക്കെ ഒരുങ്ങിയിരിക്കുന്നത് എന്നൊക്കെ വിചാരിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹൽദി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ വീഡിയോയിലെ ആ പെൺകുട്ടിയുടെ എന്നുവെച്ചാൽ എൻ്റെ സ്വന്തം രായി ചേച്ചിയുടെ കല്യാണമാണ് ഇന്ന്. അപ്പം രാവിലെ ഞാൻ ഒരുങ്ങി സെറ്റപ്പ് ആയിട്ടുണ്ട്. അമ്മ വന്നിട്ട് ഞാൻ എൻ്റെ ഫുൾ ലുക്ക് കാണിച്ചു തരാം. എൻ്റെ ക്യാമറ പോകാൻ ഫുള്ള് കാണിച്ചു തരാം. അപ്പം എന്തായാലും ഇന്ന് കരയോ ഇതൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഒരു കാര്യം പറയാം, അതിന് പണ്ട് തൊട്ട് നോക്കുന്നത് എൻ്റെ രാജി ചെയ്യാം. അപ്പം എന്തായാലും പോകുമ്പോൾ ഞാൻ കരയും, അതുറപ്പാണ്. പിന്നെ ഞാൻ മൈലാഞ്ചൊക്കെ ഇട്ട് ബാക്കിലിട്ടില്ല ഇതിൻ്റെ. അപ്പം പെണ്ണിപ്പോൾ വരും, പിന്നെ ദക്ഷിണ കൊടുക്കണം. നേരെ ദിവസക്കാർ പോവാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവും ഇല്ല. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. ചേച്ചി ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു ബ്യൂട്ടി പാർലറൊക്കെ പോകണമെന്ന് വിചാരിച്ച് ഞാൻ പോയില്ല. എന്തായാലും സെറ്റാവാൻ കഴിച്ചു, എല്ലാവരും വരും. പിന്നെ എൻ്റെ ഇങ്ങനെ ഞാൻ കാണിക്കുമ്പോൾ എൻ്റെ ഔട്ട്ലുക്ക് ഇതാണ്. ഒരു പെട്ടെടുക്കും അമ്മ തയ്ച്ചാണ്. യെസ്, അപ്പം എന്തായാലും പെണ്ണൊരു കാണിച്ചു തരാം. ഓക്കെ, എന്തായാലും കാര്യമെന്ന് ഉറപ്പാണ്. ഞാൻ മുമ്പ് ചേട്ടനൊക്കെ കാര്യം ഒരുങ്ങി സെറ്റപ്പ് ആയിരിക്കണം. നെറ്റിച്ചുട്ടി മുല്ലപ്പ് വെച്ചിട്ട് ഞാൻ ഫുള്ള് കാണിച്ചു തരാം. എന്തായാലും എന്താ പറയുക, മരത്തിട്ട് ശരി. അപ്പോൾ നമ്മുടെ ചെറുക്കനും പെണ്ണും സെറ്റായി, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്. ഗൈസ്, ഇനി ചെക്കനും പെണ്ണും കഴിക്കാനായിട്ട് പോവുകയാണ്. നമുക്കപ്പം ഇതിപ്പം വെഡ്ഡിങ് ഡേ 1 ആണ്. നാളെ വെഡ്ഡിങ് ഡേ 2 ആണ്. കാരണം നമ്മൾ ചെറുക്കൻ്റെ വീട്ടിൽ പോവുകയാണ്. ഇവിടെ എല്ലാം തിന്നാനിരിക്കാൻ പോവുകയാണ്. ഞാൻ തിന്നു കഴിഞ്ഞു. നമുക്ക് ഇത്തിരി വ്ലോഗ് എടുക്കാം. ഹായ് പറയൂ. ഹായ്. കഴിച്ചോ? யாரும் பார்த்து நின்னு பேசவில்லை, காத்து நின்னு கொடுத்ததில்ல. நீயும் வந்து பார்த்ததால பனியும் பத்திக்கிட்டே மண் மறைச்சு போற புள்ள முன்னழைச்சது யாரும் இல்ல. ஓ மனசில் தான் விழுந்த நானும் தங்கிடவே. உன்னோட இருக்கணும், உலகத்தை மறக்கணும்.